യാഗപീഠത്തിൻ്റെ 12 കല്ലുകൾ, 12 സ്റ്റോൺസ് ഓഫ് ദി ഓൾട്ടർ. യാഗപീഠത്തെക്കുറിച്ച് പറയുമ്പം മനുഷ്യൻ കൈകൊണ്ട് ചെത്തി വെടിപ്പാക്കിയ കല്ലുകൾ വേണ്ട. ആദ്യ സ്റ്റേജിൽ കല്ലുകൾ അന്ന് നമ്പർ പറയുന്നില്ല, കൂട്ടി വെച്ചിട്ട്. നോഹയുടെ കാലത്ത് കല്ലിൻ്റെ നമ്പർ പറയുന്നില്ല, എന്നാൽ അബ്രഹാമിൻ്റെ കാലത്തും പറയുന്നില്ല. എന്നാൽ പിൽക്കാലങ്ങളിൽ പലപ്പോഴും യാഗപീഠത്തിന് 12 കല്ലുകൾ സൂക്ഷിച്ചു വെക്കുന്നു. അതിനൊരു പ്രാധാന്യമുണ്ട്. 12 കല്ലുകൾ. ഈ 12 കല്ലുകളെന്ന് പറയുന്നത് 12 ഗോത്രത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. കാരണം നമുക്ക് പറയുന്നുണ്ട്, ഏലിയ പ്രവാചകൻ തീയിറക്കാൻ പറയും. തീയിറക്കുക, അതായത് അവരുടെ ബാൽ വിഗ്രഹങ്ങളെ ആരാധിച്ച് ദൈവത്തെ മറന്ന് നടക്കുന്ന ജനത. അഹാബ് രാജാവിൻ്റെ കാലത്ത് ദൈവത്തെ മറന്ന് ദൈവം തന്നെ ഏലിയ പ്രവാചകനെ വിളിച്ച് പറഞ്ഞു വിടുകയാണ്. ദൈവം നിയോഗിച്ചയക്കുകയാണ്. എന്നിട്ട് നീ അവരെ അവിടെ ചെന്നിട്ട് ആരാണ് സത്യദൈവം എന്ന് കാണിച്ചു കൊടുക്കണം. അപ്പം ദൈവത്തിൻ്റെ ശക്തി ദൈവം തന്നെ കാണിച്ചു കൊടുക്കും. എന്തൊക്കെ ഇപ്പം തന്നെ ഈ വാറിൻ്റെ സമയമാണ്. നമ്മൾ വിചാരിക്കുക എവറിത്തിങ് ഈസ് ഔട്ട് ഓഫ് കൺട്രോൾ, ഗോഡ് ഈസ് ഇൻ ടോട്ടൽ ചാർജ്. പക്ഷെ നമ്മൾ ദൈവത്തെ കേൾക്കാതിരുന്ന് കുറച്ച് ദൈവം വിട്ടുകൊടുക്കും. അത് ദൈവം തൻ്റെ ശക്തി അവൻ തന്നെ കാണിച്ചു തരുന്നുള്ളതിന് സംശയമില്ല. ആകാശമണ്ഡലം ഭൂമിയും ഭൂതലത്തിലുള്ള സകലതും അവൻ്റെ കാൽക്കീഴ തന്നെയാണ്. സ്വർഗം തൻ്റെ സിംഹാസനം, ഭൂമി അവൻ്റെ പാദപീഠമാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ദൈവനിയോഗത്തിന് വിപരീതമായിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ മനുഷ്യൻ്റെ കഠിനത മൂലം ദൈവത്തെ മറന്ന് അന്യോന്യം ഉപദ്രവിച്ച് സഹോദരന്മാർ തമ്മിൽ വെട്ടിക്കൊല്ലുന്നത്, അല്ലെങ്കിൽ ബോംബിട്ട് കൊല്ലുന്നതൊക്കെ ദൈവഹിതപ്രകാരമല്ല. നമുക്ക് തന്ന സ്വാതന്ത്ര്യത്തെ നമ്മൾ ദൈവഹിതത്തിന് വിപരീതമായിട്ട് ഉപയോഗിക്കുന്നത് ഒരിക്കലും ദൈവത്തിൻ്റെ ആണെന്ന് പറഞ്ഞ് ദൈവത്തെ കുറ്റം പറയാതെ താഴ്മയും വിനയവും നിൻ്റെ സഹോദരൻ എവിടെ എന്ന് ചോദിക്കുന്ന ദൈവം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. അത് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, നമ്മളോടും ചോദിക്കുന്നുണ്ട്. യുദ്ധം ഒരിക്കലും ഈ കാണുന്ന ഈ മനുഷ്യനെ അന്യോന്യം കൊല്ലുന്ന യുദ്ധം ഒരിക്കലും ദൈവത്തിന് ഇഷ്ടമാണെന്ന് ആരും വിചാരിക്കേണ്ട. ഇതിന് അവസാനം പിന്നെ ഈ ചാരമെല്ലാം കഴിയുമ്പം ദൈവം ഒരു പുതു സൃഷ്ടികളെ ഉണ്ടാക്കിയെടുക്കാൻ, പുതുമയുണ്ടാക്കി തരാൻ, പുതിയ ഒരു ഉണർവുണ്ടാകാൻ വേണ്ടി നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സമാധാനം ദൈവമാണ് നമുക്ക് തരേണ്ടത്. ആ സമാധാനം വായുമണ്ഡലത്തിൽ, അന്തരീക്ഷത്തിൽ, ടെറിറ്റോറിയൽ ജൂറിസ്ട്രിക്ഷൻ എന്നാണ് പറയുന്നത്, അതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ 12 കല്ലുകളെക്കുറിച്ച് പറയുമ്പോൾ 12 കല്ല് ഏലിയ പ്രവാചകൻ കർമ്മേൽ മലയിൽ 12 കല്ലെടുത്ത് വെച്ചു. അത് പറഞ്ഞ് ചിതറിക്കിടക്കുന്ന കല്ലുകൾ. അപ്പോൾ ഈ കല്ലുകൾ ദൈവത്തിന്, കല്ലുകൾ നമ്മളെ റെപ്രസെൻ്റ് ചെയ്യുന്നതിൽ ഓരോ ഗോത്രത്തെയാണ്, അതെല്ലാം ചിതറിക്കിടക്കുകയാണ്. ഈ സഹോദരന്മാർ തമ്മിൽ ചിതറിക്കിടന്നാൽ ഇപ്പോൾ ശത്രു യുദ്ധത്തിന് വന്ന് അവനെ വെട്ടിക്കൊല്ലാം. സ്വന്തം സഹോദരന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കി അവനെ വെട്ടിക്കൊല്ലാനും ഒക്കത്തില്ല, അവനെ ഒന്നും ചെയ്യാൻ എന്നും നിരന്തരം ഒരു നാശം അല്ലെങ്കിൽ ഒരു ശാപമായിട്ട് നിൽക്കും. മിക്ക ഭവനങ്ങളിൽ അത് നടക്കുന്നുണ്ട്. അമ്മ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെ സഹോദരന്മാരും സഹോദരിമാരും സ്നേഹമില്ലാതാകുക. അത് ആ ഒരു കണ്ണി, ആ ദൈവസ്നേഹത്തിൻ്റെ കണ്ണി മാറുമ്പോഴത്തേക്ക് ആ ഒരു അമ്മയുടെ ഒരു ഷെൽട്ടർ, അവരുടെ പ്രാർത്ഥനയുടെ ഷെൽട്ടർ മാറുമ്പോൾ പല ഭവനങ്ങളിലും ഇപ്പം വഴക്കുണ്ടാകും നമ്മൾ കാണുന്നുണ്ട്. അപ്പൻ മരിച്ചു കഴിയുമ്പോഴും ഉണ്ടാകുന്നുണ്ട്. കാരണം അപ്പന്മാർ ജീവിക്കുമ്പം ചെയ്യേണ്ടത് ക്ലിയറായിട്ട് ചെയ്യാതെ പോകുന്നത് ശരിയല്ല. എനിവേ, കമ്മിങ് ബാക്ക് ടു ദി ഓൾട്ടർ അഗെയിൻ. അപ്പോൾ ഈ 12 കല്ലുകളെന്ന് പറയുന്നത്, നമ്മൾ കല്ലുകൾക്ക് അർത്ഥമുണ്ട്. അങ്ങനെയാണ് നമ്മൾ വചനത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. എല്ലാം പ്രധാനപ്പെട്ട ആത്മാവിൻ്റെ ശക്തിയിലാണ് പറഞ്ഞു തരുന്നത്. ഉൽപ്പത്തി 29 31 തൊട്ടുള്ള വാക്യങ്ങളിൽ 31 പിന്നെ 30 ഈ അധ്യായങ്ങളിലാണ് ഇത് എഴുതി വച്ചിരിക്കുന്നത്. അതിൽ ആദ്യ ഭാഗം, കുറച്ച് ഭാഗം എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇതിനകത്ത് ഉൽപ്പത്തി 29:31 ലയ അനിഷ്ടയെന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു. റാഹേലോ മച്ചിയായിരുന്നു. ലയ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. യഹോവ എൻ്റെ സങ്കടം കണ്ടു, ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് അവൾ അവന് രൂബേൻ എന്ന പേരിട്ടു. നമ്മൾ മനസ്സിലാക്കണം, യാക്കോബിന് 2 ഭാര്യമാർ, ഒരാൾ പിന്നെ ലയ, രണ്ടാമത്തേത് റാഹേൽ. ലയയ്ക്ക് കണ്ണിന് സൗന്ദര്യമില്ല, കോങ്കണ്ണായിരുന്നു എന്ന് പറഞ്ഞു. എന്തെങ്കിലും ചിലപ്പം കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് വ്യത്യാസം എന്താണേലും അദ്ദേഹത്തിന് യാക്കോബിന് ലയ ഇഷ്ടമില്ലായിരുന്നു. എന്നാൽ റാഹേലിനോടാണ് ഇഷ്ടം. ഇത് ദൈവം മനസ്സിലാക്കിയിട്ട് റാഹേലിൻ്റെ ഗർഭത്തിനെ അടച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഗർഭം തുറക്കുന്നതും അടയ്ക്കുന്നതും മക്കളുണ്ടാകുന്നതും തരുന്നതും ഒക്കെ സ്വർഗത്തിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം. എത്ര ലാഘവമായിട്ടാണ് ചില അപ്പനമ്മമാർ മക്കളെ കാണാതെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നത്.
അത് ശാപമാണ്, അഴിഞ്ഞു പോകട്ടെ. ഒരിക്കലും മക്കളെ അങ്ങനെ ഉപദ്രവിക്കാനോ അവരുടെ അപ്പൻ്റെ ആ ഒരു സാന്നിധ്യം കൊടുക്കാതിരിപ്പിക്കുന്ന പിശാചിനെ നമ്മൾ എൻ്റർടൈൻ ചെയ്യരുത്. അഴിഞ്ഞു പോയേ പറ്റൂ. ഭർത്താവിൻ്റെ ആത്മാവ് അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇവൾ അനിഷ്ടയാണെന്ന് പറഞ്ഞപ്പോൾ ദൈവം ഈ ലയയുടെ ഗർഭത്തെ തുറന്നിട്ട് ഒരു മകനെ കൊടുക്കുന്നു. അപ്പോൾ ഈ ലയ പറയുന്നു, യഹോവ എൻ്റെ സങ്കടം കണ്ടു. ആദ്യത്തെ കല്ല് അവന് റൂബേൻ എന്ന് പേരിട്ടു. ഇതാണ് ആദ്യ കല്ല്. 12 ഗോത്രത്തിൻ്റെ എൻ്റെ ദൈവം എൻ്റെ കഷ്ടം കണ്ടു. അത് നമ്മൾ പറയണം. ഓരോ കല്ലും നമ്മുടെ കുടുംബത്തിൻ്റെ ഓരോ വിഷമത്തിലേക്ക് എൻ്റെ ദൈവം എൻ്റെ കഷ്ടം കണ്ടിരിക്കുന്നതിനാൽ ഇവനെ ഞാൻ റൂബേൻ എന്ന് പേരിടുകയാണ്. ദൈവം എൻ്റെ കഷ്ടം കണ്ടു, എൻ്റെ ഭർത്താവ് എന്നെ എന്നിട്ട് ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും. അപ്പോൾ ഇവളുടെ ഏക ആഗ്രഹം, അതായത് ലയയുടെ ഏക ആഗ്രഹം എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കണം. ഈ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു ശാപം വന്നത് ഭാര്യ ഭർത്താവിന് ചുറ്റും നിൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടുപേരെ ഐക്യതയിൽ ഏക മനസ്സിൽ ഒരേപോലെ ദൈവം ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ചുവെങ്കിലും പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ശാപം വന്നപ്പോൾ സ്ത്രീ പുരുഷനെ ചുറ്റി നിൽക്കുമെന്നാണ് എഴുതി ശാപം വന്നത്. ഒരു ശാപമാണ്. ദൈവം അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. സ്ത്രീ പുരുഷന് ഹെൽപ്പ് മീറ്റ്, അത് വോറിയറാണ്. ആത്മീയ ഗോളത്തിൽ യുദ്ധം ചെയ്യുന്നത് സ്ത്രീകളാണ്, കുടുംബത്തിന് വേണ്ടി. ബാക്കിയുള്ളതിനൊക്കെ പുറത്തു പോകുന്നതിനുമില്ല, വീട്ടിനകത്ത്. അപ്പോൾ ഈ ഒരു ശക്തി മനസ്സിലാക്കാതെ നമ്മൾ പലപ്പോഴും ദൈവീകമായ ജ്ഞാനത്തിന് വിപരീതമായിട്ട് ഭവനങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴാണ് കലക്കം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ലയയ്ക്കുണ്ടായ ആദ്യ മകനെ അവൻ രൂപേൻ എന്ന് പേരിട്ടതിൻ്റെ കാരണം യഹോവ എന്നെ കണ്ടിരിക്കുന്നു, അവൻ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും. ഇപ്പോഴെല്ലാം നമ്മൾ ജഡത്തിൽ തന്നെ യഹോവ ദൈവം തമ്പുരാൻ എൻ്റെ വേദന കണ്ടു എന്നുള്ള ബോധം അവൾക്കുണ്ടായി. പക്ഷേ ഇവിടെ ആഗ്രഹം ഭർത്താവിൻ്റെ സ്നേഹം. രണ്ടാമത്തേത് ഇവൾ പറയുന്നത്, അവൾ പിന്നെയും ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അനിഷ്ട എന്ന് യഹോവ കേട്ടതുകൊണ്ട് അവനെയും എനിക്ക് തന്നു എന്ന് പറഞ്ഞവന് ശിമിയോൻ. അപ്പോൾ ഇപ്രാവശ്യം ദൈവം എൻ്റെ വേദന കേട്ടു. അപ്പോൾ ചെവി തുറന്ന് എൻ്റെ വേദന കേട്ടതിനാൽ രണ്ടാമത്തെ മകനെ ശിമയോൻ, രണ്ടാമത്തെ കല്ല് ശിമയോനാണ്. അപ്പോൾ ഒന്നാം കല്ലിൽ ദൈവം കേട്ടു, രണ്ടാം കല്ലെന്ന് പറയുന്ന ദൈവം എൻ്റെത്. ആദ്യത്തെ ദൈവം കണ്ടു, രണ്ടാമത്തേത് ദൈവം എന്നെ കേട്ടു. അവൻ ചെവി തുറന്ന് എൻ്റെ വേദന കേട്ടിരിക്കുന്നു, അതിനാൽ ഇവന് ശിമിയോൻ എന്ന് പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഈ സമയം എൻ്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും. അല്ലേ, എങ്ങനെ പോയാലും ഭർത്താവിൻ്റെ സ്നേഹം കിട്ടണം. ഏതൊരു കുടുംബത്തിൻ്റെ പ്രശ്നം ഇതാണ്. അമ്മായിമ്മയും മരുമകളും കൂടെ ഉള്ള പ്രശ്നം എന്താ? ഭർത്താവിൻ്റെ സ്നേഹം കിട്ടുന്നില്ല. വേറൊരാൾ വീട്ടിൽ വന്ന് താമസിച്ചാൽ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല. ഭർത്താവിന് വളരെ പൊസസീവാണ്. ഒരു കണക്കിൽ നോക്കിയാൽ പരിശുദ്ധാത്മാവും വളരെ പൊസസീവാണ്, ദൈവവും പൊസസീവാണ്. എന്തുകൊണ്ട്? നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ നമ്മളീ പാപത്തിലായതുകൊണ്ട് നമ്മളീ കാണിക്കുന്ന പലപ്പോഴും പരിശുദ്ധാത്മാവിൻ്റേതല്ല. നമുക്ക് അമ്മായിമ്മ സഹിക്കൂടാ, അമ്മായിമ്മയ്ക്ക് മരുമോളെ കൊള്ളത്തില്ല, പിന്നെ മകൻ എന്തെങ്കിലും അപ്പനും അമ്മയ്ക്ക് കൊടുക്കുന്ന ഇഷ്ടമല്ല, പിന്നെ വീട്ടിലാരെങ്കിലും വേറെ വന്ന് താമസിക്കുന്ന ഇഷ്ടമല്ല. ഇതെല്ലാം ഇവിടേക്ക് ഇത്രയും കൊണ്ട് പുറത്ത് നമ്മൾ പോകുമ്പോൾ ഒരൊറ്റ ദിവസം നമ്മൾ കൂടുതൽ നിന്ന് അവരുടെ ആ മുഖഭാവം മാറുന്ന കാണാം. അങ്ങനെ ദൈവസ്നേഹത്തിൽ നിന്ന് മാറി. എന്നാൽ ഇവിടെ ലയ പറയുന്നു, എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും ഇപ്രാവശ്യം എന്ന് പറഞ്ഞിട്ട് മൂന്നാമതുണ്ടായ പുത്രനെ ഇവൾ ലേവി, ഞാൻ അവന് 3 പുത്രന്മാരെ പ്രസവിച്ചില്ലെന്ന് പറഞ്ഞ് അതുകൊണ്ട് അവൾ അവനെ ലേവി. ഇപ്രാവശ്യം ഗർഭം ധരിച്ചപ്പം ഇവൾ ഭർത്താവിൻ്റെ സ്നേഹത്തിന് പേരിട്ടത് ലേവി എന്നാണ്. പിന്നെയും നിന്നെ സംഭവിക്കുന്നത് എന്താണ്? വീണ്ടും ഒരു മകനെ പ്രസവിച്ചു. ദൈവം അത്ര വിശ്വസ്തനാണെന്ന് നോക്കി. അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കൂ എന്ന് പറഞ്ഞ് അതുകൊണ്ട് അവൾ അവനെ യഹൂദ എന്ന് പേരിട്ടു. അപ്പോൾ 3 യഹൂദ മീൻസ് ദൈവത്തെ സ്തുതിക്കും. 4ാം മകനുണ്ടായപ്പോൾ അവളുടെ കണ്ണ് തുറന്നു. ഞാനിപ്പോൾ ദൈവത്തെ യഹൂദ ഗോത്രത്തിൽ നിന്നാണ്, അതായത് ലേയിൽ നിന്ന് യാക്കോബിൽ ഈ ലയയിലുണ്ടായ 4ാമത്തെ മകനാണ് യഹൂദ. യഹൂദ എന്ന് പറയുന്നത് യഹൂദ ഗോത്രം, സിംഹത്തിൻ്റെ. യഹൂദ ഗോത്രത്തിലാണ് യേശുക്രിസ്തു കടന്നു വന്നത്. അതിൻ്റെ അമ്മ ലയ തന്നെയാണ്, റഹേലല്ല. ലയയുടെ ഹൃദയം ദൈവത്തോട് ഒട്ടിയിരുന്നു. ഭർത്താവിൻ്റെ സ്നേഹം അത് ലെജിറ്റിമേറ്റ് ആയതുകൊണ്ട് ദൈവം അത് സമ്മതിച്ചു കൊടുത്തു. പക്ഷേ ഭർത്താവിൻ്റെ സ്നേഹത്തെക്കാട്ടിൽ കൂടുതൽ ഇവരുടെ ഹൃദയത്തെ ദൈവത്തോട് അടുപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ദൈവത്തെ സ്തുതിക്കെന്ന് പറഞ്ഞപ്പോൾ അവിടെ ദൈവപുത്രൻ ആ ഒരു ഗോത്രത്തിലാണ് കടന്നു വരുന്നത്. ദൈവപുത്രൻ അവിടെ നിർത്താൻ കാരണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഈ 4 പേര് 4 കല്ലുകൾക്കും ഒന്ന് ദൈവം എന്നെ കണ്ടു, അതിനാൽ രൂപേൻ. രണ്ടാമത് ദൈവം എൻ്റെ കഷ്ടത കേട്ടു, ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും, ശിമയോൻ. മൂന്നാമത് ഭർത്താവിനെ ഇപ്പോൾ സ്നേഹിക്കും. എപ്പോഴും ഭർത്താവാണ് സെൻറ്റർ.
അവിടെ തെറ്റുണ്ട് എങ്കിലും ഇതാണ് പഴയ നിയമത്തിൽ നടക്കുന്നത്. ഭർത്താവ് എന്നെ ഇപ്പോഴും ഇപ്പോൾ സ്നേഹിക്കുമെന്ന് പറയാം. അവന് മൂന്നാമത്തവന് ലേവി എന്ന്, ലേവി പുത്രന്മാരാണ് പുരോഹിതന്മാരായി മാറിയത്. അപ്പോൾ ഈ ലയെ കൂടെ എത്ര വലിയ സമ്പത്താണ് ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്, ദൈവം തന്നിരിക്കുന്നത്. ദൈവത്തിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ടുള്ള പുരോഹിതന്മാർ ആ കൂട്ടത്തിൽ വരുന്നു. അത് കഴിയുമ്പോൾ നാലാമത്തെ പുത്രനെ ഉണ്ടായപ്പോൾ എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കും. അതാണ് യഹൂദ. ആ സ്തുതിപ്പിൻ്റെ ആത്മാവ് വരുന്നത് യഹൂദയിലാണ്. ആ സ്തുതിപ്പിന് അർഹനായവൻ യേശുക്രിസ്തു കടന്നു വന്നത് ലയയിൽ കൂടെയാണ്. അപ്പോൾ ഈ 4 മക്കൾക്കും 4 കല്ലുകൾക്കും ഓരോ അർത്ഥം. അപ്പോൾ യാഗപീഠത്തിൻ്റെ ആദ്യത്തെ 4 കല്ലുകൾ ദൈവം കണ്ടു, ദൈവം കേട്ടു, എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നു, ദൈവം എനിക്ക്, ഇപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. 4 കല്ലുകളും കർത്താവേ നീ ആത്മാവിൽ, ഓരോ കല്ലുകൾക്കും ഓരോ അർത്ഥമുണ്ടെങ്കിൽ, കല്ലുകൾ സംസാരിക്കുന്നെങ്കിൽ, ഓരോ ഗോത്രത്തിനും ഓരോ കല്ല്, യേശുക്രിസ്തു മൂലക്കല്ലായിട്ട് യഹൂദയുടെ സിംഹമായിട്ട് കടന്നു വരാൻ ഇവിടെ ഒരു തുറപ്പ് ഞാൻ കാണുന്നു കർത്താവേ. 4ാം മകനുണ്ടായപ്പോൾ ലയ പറയുകയാണ്, എൻ്റെ ദൈവത്തെ ഞാനിപ്പോൾ സ്തുതിക്കുമെന്ന്. ഈ 4 കല്ല് വെച്ചപ്പോൾ തന്നെ കാര്യങ്ങൾ, ആദ്യത്തെ ഫൗണ്ടേഷൻ യാഗപീഠത്തിൻ്റേതായി കഴിഞ്ഞു. ദൈവം എൻ്റെ കാര്യങ്ങൾ കണ്ടിരിക്കുന്നു, ദൈവം എന്നെ കേട്ടിരിക്കുന്നു. എൻ്റെ ഭർത്താവ് ഇപ്പോൾ എൻ്റെ ആവശ്യങ്ങൾ എനിക്ക് നേടിത്തന്നിരിക്കും. എൻ്റെ ഭർത്താവ് എന്നെ ഇപ്പോൾ സ്നേഹിക്കും. 4ാമത് ദൈവത്തെ ഞാൻ സ്തുതിക്കും. ഇങ്ങനെ 4 കല്ലുകൾ കൊണ്ട് ഫൗണ്ടേഷൻ യാഗപീഠത്തിന് ഇട്ട് കഴിഞ്ഞു കർത്താവേ. എത്രയോ മർമ്മരമായിട്ട് കർത്താവേ. അതുകൊണ്ടാണല്ലോ ചിതറിക്കിടക്കുന്നത്. മക്കൾ ചിതറിക്കിടന്നാൽ യാഗപീഠം പണിയാൻ ഒക്കത്തില്ല. കുടുംബത്തിൽ കലക്കമുണ്ടെങ്കിൽ യാഗപീഠം പണിയാൻ ഒക്കുന്നില്ല. സമാധാനമെന്ന് നീ പറയുന്നതിൻ്റെ കാരണം നീ നാഥനായിട്ട് വരുന്ന ഈ ആത്മാവിൻ്റെ പ്രചോദനത്തിൽ ലയ പറഞ്ഞതുപോലെ എൻ്റെ ദൈവം എന്നെ കണ്ടു, എൻ്റെ ദൈവം എന്നെ കേട്ടു, എൻ്റെ ദൈവം എനിക്കുണ്ട്, അവനെൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം എനിക്ക് തരും. അതാ 4ാമത് ദൈവത്തെ ഞാൻ സ്തുതിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഫൗണ്ടേഷൻ സ്റ്റോൺ 4 ഇട്ട് കഴിഞ്ഞു കർത്താവേ. അതിൻ്റെ മുകളിലാണ് പിന്നെ ബാക്കിയുള്ള യാഗപീഠത്തിൻ്റെ കല്ലുകൾ വെക്കുന്നത്. അതിവിശുദ്ധനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ എഴുന്നള്ളി വന്ന് കർത്താവേ യാഗപീഠത്തിൻ്റെ കല്ലുകളെ ശരിയായിട്ട് ഇടാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവം മുൻപിൽ, 2ാമത് ഞങ്ങളുടെ കുടുംബം, 3ാമതാണ് മറ്റുള്ളവർ, ഫ്രണ്ട്സും ബിസിനസ്സും ഒക്കെ വരും. ആ ഓർഡർ തെറ്റിപ്പിക്കല്ലേ അപ്പച്ച, പണിയട്ടെ അപ്പച്ച, യാഗപീഠം നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പണിയട്ടെ അപ്പച്ച. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിൽ യേശുക്രിസ്തു യാഗപീഠത്തിന്മേൽ തന്നെത്താനെ കയറ്റിയപ്പോൾ പിന്നെ നമ്മളോട് പറയുന്നത് നമ്മളെ തന്നെ യാഗവസ്തുവായിട്ട് കൊടുക്കാൻ. റോമർക്കെഴുതിയ ലേഖനം 12:1-2 പറയുന്നത് പോലെ ഞങ്ങളുടെ മനസ്സിന് ബുദ്ധി തന്ന്, അറിവ് തന്ന്, നീ ചെയ്ത വലിയ കർമ്മങ്ങളെ ഓർത്തിട്ട് പഴയ നിയമത്തിൽ നീ പ്രവർത്തിച്ച ദൈവം പുതിയ നിയമത്തിൽ നീ തന്നെത്താനെ ഞങ്ങളുടെ കൂടെ വന്ന് വസിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ മഹാശക്തിയിൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ ദിനംപ്രതി നിൻ്റെ അടുക്കലേക്ക് ധൈര്യസമേതം കടന്നു വന്ന് പ്രാർത്ഥിക്കാനും കാര്യങ്ങൾ നേടിയെടുക്കാനുമായിട്ട് നിൻ്റെ രാജദണ്ഡ് നീട്ടിത്തന്നിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. രാജാവിൻ്റെ തലയിലിരിക്കുന്ന കിരീടം, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ കിരീടം കർത്താവേ, അത് വിളക്ക് പോലെ, തീ പോലെ, നക്ഷത്രം പോലെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നിൻ്റെ രാജദണ്ഡിൽ നിന്ന് ഞങ്ങൾക്ക് നീട്ടിത്തന്നതിനാൽ ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തോത്രം. കഷ്ടങ്ങൾ സാരമില്ല, ഭാരങ്ങൾ സാരമില്ല, കണ്ണുനീര് മാറ്റിത്തരും. നീ വിശ്വസ്തൻ തന്നെ അപേക്ഷ. നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗമിറങ്ങി വന്ന് ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച് ദൈവമേ നീ ആത്മാവിൻ ഞങ്ങളുടെ കൂടെ ദിനംപ്രതി നിന്ന് ഞങ്ങളെ നടത്തുന്ന സ്നേഹത്തിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടുത്തരം തന്നതിന്, തലമുറകളുടെ മേൽ നിൻ്റെ കൈ വെച്ച് കഴിഞ്ഞിരിക്കുന്നതിനാൽ സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ ആമേൻ.